അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1 ശനിയാഴ്ച. കാപ്പ കേസിൽ ജയിലിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന് കൌൺസിലിൽ പങ്കെടുക്കുന്നതിന് 6 മാസത്തേക്ക് അവധി നൽകാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ജയിൽ, തദ്ദേശ, ആഭ്യന്തര വകുപ്പുകളുടെ അനുമതിയോടെയാണ് അവധി അപേക്ഷ പാസാക്കിയതെന്ന് മേയർ VV രാജേഷ്. തിരുവനന്തപുരത്തെ BJP കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷയിൽ അനുകൂല മറുപടി നൽകിയ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണം. സുഗതൻ നൽകിയ അപേക്ഷ തദ്ദേശ വകുപ്പിന്റെ അഭിപ്രായത്തിന് വിട്ടിരുന്നു. അവധി അപേക്ഷ കൌൺസിലിന് പരിഗണിക്കാമെന്നാണ് തദ്ദേശ വകുപ്പ് മറുപടി നൽകിയത്. അപേക്ഷയിൽ മന്ത്രിയോ വകുപ്പ് സെക്രട്ടറിയോ അറിയാതെ സുഗതനും BJPക്കും അനുകൂലമായി തീരുമാനമെടുത്തതാണ് വിവാദമായത്. BJP കൌൺസിലറായ സുഗതന് അനുകൂലമായി ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും കത്ത് നൽകിയതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതൃപ്തി രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥർ നിരുത്തരവാദപരമായാണ് നടപടി സ്വീകരിച്ചതെന്നും പരിശോധിക്കുമെന്നും ചെന്നിത്തല. കനത്ത മഴ മൂലം വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞ് 2 തൊഴിലാളികളെ കാണാതായി. അഞ്ചുതെങ്ങ് സ്വദേശികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. കോസ്റ്റൽ ഗാർഡ് സംഘം രക്ഷാപ്രവർത്തനം നടത്തി. ജയിൽ മേധാവി S. ശ്രീജിത്തിനെ DGPയായി സ്ഥാനക്കയറ്റം നൽകി. S. ശ്രീജിത്ത് ജയിൽ മേധാവിയായി സേവനം തുടരും. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയത് വിവാദമായിരുന്നു. ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായതാണ് ശ്രീജിത്തിന് ഗുണമായത്. യോഗേഷ് ഗുപ്തയെ വെവ്കോ CMDയായും ബൽറാം കുമാർ ഉപാധ്യയെ ഫയർഫോഴ്സ് മേധാവിയായും നിയമിച്ചു. കൊച്ചി മെട്രോയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷം കടന്ന് 1.01 ലക്ഷത്തിലെത്തി. 2025-26 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ അറ്റനഷ്ടം 2024-25 430.50 കോടി രൂപയിൽ നിന്നും 352.49 കോടി രൂപയായി കുറഞ്ഞു. 52.64 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും നേടി. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാതയിൽ കാക്കനാട് സ്മാർട്ട് സിറ്റിയിലേക്കും ഇൻഫോ പാർക്കിലേക്കുമുള്ള സർവീസ് ആരംഭിക്കും. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മന്ത്രിസഭ വിശദമായി ചർച്ച ചെയ്തു. മന്ത്രിതല ഉപസമിതി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തീരുമാനം കൈക്കൊള്ളുമെന്നും അനിൽകുമാർ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ UDF സർക്കാരിനോട് ആരാണ് ആവശ്യപ്പെട്ടതെന്ന് മുൻ റവന്യൂ മന്ത്രി K. രാജൻ MLA. LDF സർക്കാർ ഒപ്പിട്ട PM ശ്രീ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ആരാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വെളിപ്പെടുത്തണമെന്നും രാജൻ ആവശ്യപ്പെട്ടു. PM ശ്രീയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയതോടെ കേരളത്തിൽ PM ശ്രീ പദ്ധതിയുടെ പേരിൽ കോൺഗ്രസും UDFും നടത്തുന്ന വാദങ്ങൾ പൊളിഞ്ഞെന്ന് മുൻ മന്ത്രി MB രാജേഷ്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള UDF സർക്കാരിന്റെ നിലപാടിനെതിരെ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M. സജിയും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLAയും. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളം 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്ന് പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ആദർശ് M. സജി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നിലയ്ക്കുന്നു. കരാറുകാരെ വെട്ടിക്കുറയ്ക്കാനും വകുപ്പിലെ ജീവനക്കാരെ നിയോഗിച്ച് സർവേ തുടരാനും ഡയറക്ടർ നിർദ്ദേശിച്ചു. ഡിജിറ്റൽ സർവേ നിർത്തില്ലെന്നും ഫണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിന് പിന്നാലെ കണ്ണൂർ CPMൽ വീണ്ടും സാമ്പത്തിക തിരിമറി ആരോപണം. കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പണിയുന്ന കണ്ണൂർ ടൌൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ലോക്കൽ സെക്രട്ടറിയെ സ്ഥാനത്തുനിന്നും നീക്കി. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്.
കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ വാരാന്തപതിപ്പ് എഡിറ്ററായിരുന്ന KR അജയനോട് രാജിവെക്കുകയോ അവധിയെടുക്കുകയോ വേണമെന്ന് ദേശാഭിമാനി ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ വാക്കാൽ നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ട്. സ്വത്ത് വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറച്ചുവെച്ച് സത്യവാങ്മൂലം നൽകിയ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLA-യുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ ഹൈക്കോടതിയിൽ. 3 ഇടങ്ങളിലെ സ്ഥാവര വസ്തുക്കളുടെ വിവരം മനഃപൂർവ്വം മറച്ചുവെച്ചത് ചട്ടലംഘനമാണെന്നും അയോഗ്യനാക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പുതുയുഗ യാത്രയിൽ ലോട്ടറി തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയുമാണ് അനുവദിച്ചത്. പാലക്കാട് അബ്കാരി മുന്ന വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് 34 വർഷങ്ങൾക്ക് ശേഷം വിധി. തിരുവനന്തപുരം CBI കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. അബ്കാരി കരാറുകാരൻ വിജയൻ, മുൻ MLA P. കുമാരന്റെ മകൻ സുധീർ, ഇവരുടെ മാനേജർ എന്നിവരെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത്. സംസ്ഥാനത്ത് മൺസൂൺ കാലയളവിൽ ഏർപ്പെടുത്തിയിരുന്ന 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചു. ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വീണ്ടും KSU കൊടിമരം സ്ഥാപിച്ചു. 2022 ജനുവരി 10-ന് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായിരുന്ന ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ KSU യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. പുറത്തുനിന്നെത്തിയ KSU പ്രവർത്തകരാണ് കോളേജ് കോമ്പൌണ്ടിൽ കൊടിമരം സ്ഥാപിച്ചത്. ആലപ്പുഴ പുന്നപ്രയിൽ അഗതി മന്ദിരത്തിലെ ലൈംഗിക അതിക്രമത്തിൽ ശാന്തി ഭവൻ ഉടമ മാത്യു ആൽബിൻ അറസ്റ്റിലായി. സ്ഥാപനത്തിലെ ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് രാജിവെച്ച തിരുച്ചി ഈസ്റ്റ് അടക്കം 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ഓഗസ്റ്റിൽ നടക്കില്ല. തമിഴ്നാട്ടിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഇടക്കാല സ്റ്റേ മദ്രാസ് ഹൈക്കോടതി നീട്ടി. കാവേരി നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാർ നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉടൻ നടക്കില്ലെന്ന് ഉറപ്പായി. തിങ്കളാഴ്ച നടത്താനിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കിയതായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചു. കാവേരി വെള്ളം പങ്കുവയ്ക്കൽ തർക്കം പുകയുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ കന്നഡ സംഘടനകൾ നിലപാട് കടുപ്പിച്ചു. വെള്ളം വേണ്ടെന്ന് പറയാതെ ബംഗളൂരുവിലേക്ക് വരാൻ സമ്മതിക്കില്ലെന്നും വിജയിയെ വിമാനത്താവളത്തിൽ തടയുമെന്നും മുന്നറിയിപ്പ് നൽകി. മഹാരാഷ്ട്രയിലെ യവൻമാൾ ജില്ലയിൽ കനത്ത മഴയിൽ കവിഞ്ഞൊഴുകിയ കുപ്തി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെ കടക്കാൻ ശ്രമിച്ച കാർ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിനായി 3,15,614 കോടി രൂപ നീക്കിവച്ചു. കർഷക പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കെയാണ് നടപടി. കുൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 3 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയ ഭീകരർക്കായി സൈന്യം തെരച്ചിൽ നടത്തി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അപകീർത്തികരമായ പരാമർശം നടത്തിയ കുട്ടികൾക്ക് മാപ്പ് നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ വീഡിയോയിലാണ് മോദിയുടെ മാപ്പ് പ്രഖ്യാപനം. ജന്തർ മന്ദറിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് രാജ്യം കണ്ടതാണ്. സംസ്കാരമില്ലാത്ത ഭാഷയാണ് ചില യുവാക്കൾ ഉപയോഗിച്ചത്. തനിക്കെതിരെ മാത്രമല്ല, അന്തരിച്ച അമ്മയ്ക്കെതിരെയും അധിക്ഷേപങ്ങൾ ഉയർന്നു. കുട്ടികൾക്ക് സംഭവിച്ച തെറ്റുകൾ ക്ഷമിക്കാം, തിരുത്താൻ അവർക്കിനി അവസരമുണ്ട്. കുട്ടികളെ നേരായ വഴി നടത്തേണ്ടത് നമ്മളാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജൻസിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിങ്ങളിരുവരും ഇന്ത്യയുടെ ഭൂതകാലമാണ്. രാജ്യത്തിന്റെ ഭാവിയായ യുവജനങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്നും രാഹുൽ പറഞ്ഞു. BJP ദേശീയ വക്താവായ ഷെഹസാദ് പൂനാവാല പാർട്ടി വിട്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ തന്റെ ബയോയിൽ നിന്ന് BJP ദേശീയ വക്താവ് എന്ന ടാഗ് അദ്ദേഹം നീക്കം ചെയ്തു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ABVP. ജന്തർ മന്ദറിലെ പ്രതിഷേധക്കാർക്കെതിരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്നത് വ്യാജ പ്രചരണമാണെന്നും ABVP ദേശീയ ജനറൽ സെക്രട്ടറി വീരേന്ദ്ര സിംഗ് സോളങ്കി പറഞ്ഞു. ഡൽഹിയിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ആം ആദ്മി പാർട്ടി മുൻ കൌൺസിലർ താഹിർ ഹുസൈന് ജീവപര്യന്തം തടവ്.
2020 ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി കലാപത്തിനിടെയാണ് സംഭവം. അമേരിക്കയ്ക്ക് താവളമൊരുക്കുന്ന രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി. ബൾഗേറിയ, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശ സൈനിക താവളങ്ങൾ ദുരുപയോഗം ചെയ്താൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അഭയാർത്ഥി വിഷയത്തിൽ സ്പെയിനിനെതിരെ ഇറ്റലി. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലെ സെയ്യൂട്ട മേഖലയിലേക്ക് 10,000-കണക്കിന് അഭയാർത്ഥികൾ അതിക്രമിച്ച് കയറിയതിനെ തുടർന്ന് ഷെങ്കൻ കരാറിൽ നിന്ന് സ്പെയിനിനെ പുറത്താക്കണമെന്ന് ഇറ്റലി ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിലെ ഭരണകൂട സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നുവെന്നും ഇന്ത്യയിലെ കോക്രോച്ച് പാർട്ടിയുടെ മാതൃകയിലുള്ള യുവജന പ്രക്ഷോഭം പാകിസ്ഥാനിലുണ്ടായാൽ സകലതിനെയും അട്ടിമറിക്കുമെന്നും പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി. അമേരിക്കൻ AI മോഡലുകളുടെ ഔട്ട്പുട്ടുകൾ ഉപയോഗിച്ച് ചൈന സൈനിക AI സംവിധാനങ്ങളെ പരിശീലിപ്പിക്കുന്നതായി റിപ്പോർട്ട്. മോഡൽ ഡിസ്റ്റിലേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് US മോഡലുകളുടെ കഴിവുകൾ സ്വന്തമാക്കുന്നുവെന്നാണ് ആരോപണം. ഇത് US ചൈന AI സുരക്ഷാ ചർച്ചകളിൽ പുതിയ തർക്ക വിഷയമായി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ചരിത്രമെഴുതി ഇന്ത്യയുടെ അസ്മിത ഡേ. വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ കാനഡയുടെ ഹെയ്ദി ക്വാച്ചിനെ തോൽപ്പിച്ച് സ്വർണം നേടി ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും അവർ സ്വന്തമാക്കി. ജൂഡോയിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാമിലും ഇന്ത്യ സ്വർണം നേടി. ഓസ്ട്രേലിയയുടെ ജോഷ്വ കാക്സിനെ തോൽപ്പിച്ച് ഹർഷ് സിംഗാണ് സ്വർണം നേടിയത്. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ജൂഡോ താരം യാമിനി മൌര്യ വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സൂപ്പർ താരം നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ. ഇന്ത്യയുടെ യുവതാരം യശ്വീർ സിംഗിനാണ് വെങ്കല മെഡൽ. ശ്രീലങ്കൻ താരം റുമേഷ് പതിരകെ സ്വർണം നേടി. കോമൺവെൽത്ത് ഗെയിംസിലെ ബോക്സിംഗ് റിംഗിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ 5 താരങ്ങൾ ഫൈനലിൽ. പ്രീതി പവാർ, അങ്കുഷ് പങ്കൽ, ജെയ്സ്മിൻ ലംബോറിയ, അരുന്ധതി ചൌധരി, ജന്തുമണി സിംഗ് എന്നിവരാണ് ഫൈനലിലെത്തിയത്. മുൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷീൽഡ് ജേതാക്കളായ ജംഷഡ്പൂർ FC ഈ വർഷത്തെ ISL ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കില്ല. AIFF നിശ്ചയിച്ച പങ്കാളിത്ത ഫീസ് അടയ്ക്കാത്തതിനാലാണ് ജംഷഡ്പൂർ FC രാജ്യത്തെ മുൻനിര ഫുട്ബോൾ ലീഗിൽ നിന്ന് പുറത്താകുന്നത്. ലോകകപ്പ് അടക്കമുള്ള പ്രധാന ടൂർണമെന്റുകളുടെ ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള ഫിഫയുടെ വിവാദ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ സീനിയർ ഉപദേഷ്ടാവ് കാർലോസ് കോർഡെയ്റോ രാജിവെച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.